ഡെൻസ്വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് വെറും 4 ചേരുവകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ജിഞ്ചർ ബിയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് 4 ദിവസത്തോളം ഇരുന്ന് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ ഇതുപോലെ നുരഞ്ഞു പൊങ്ങുന്ന ജിഞ്ചർ ബിയർ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നോൺ ആൽക്കഹോളിക്കാണ്. ജിഞ്ചർ വൈനെന്നും പറയാം. പക്ഷേ വൈൻ്റേതായ യാതൊരു സംഭവങ്ങളും നമ്മൾ ചേർക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എങ്ങനെയാണ് ഈ നുരഞ്ഞു പോകുന്നത് കിട്ടുന്നതല്ലേ? അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഒരു 150 ഗ്രാമോളം ഇഞ്ചി ഉണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഒരുവിധം 3 ലിറ്ററോളം വെള്ളം ഇതിലുണ്ടായെന്ന് തോന്നുന്നു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരച്ചിച്ച പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച ശേഷം നമുക്കിത് ആറിക്കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് നമുക്കിത് മൂടി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ ആറി പിറ്റേ ദിവസം ആയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് 1 കപ്പ്, അതായത് 250 ml പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് അര കപ്പിൻ്റെയാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ചേർത്തത് കേട്ടോ. കൂടാതെ 3 ചെറുനാരങ്ങയുടെ നീര്, കൂടാതെ ആ 3 ചെറുനാരങ്ങയുടെ തൊലിയും കൂടി ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഇനി ഇതൊന്നും കൂടി തിളപ്പിച്ചു. ഞാൻ തലേദിവസം രാത്രിയാണ് ആദ്യത്തെ ഇഞ്ചി ചേർത്ത ആ വെള്ളം തിളപ്പിച്ചത്. അതിനുശേഷം പിറ്റേ ദിവസം ചൂടാറി കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് നാരങ്ങയുടെ നീരും അതുപോലെ നാരങ്ങയും പിന്നെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പഞ്ചസാര എല്ലാം നന്നായിട്ട് ലയിച്ചതിന് ശേഷം മാത്രം ഒരു പാത്രം വെച്ച് അടച്ച് വെച്ച് അത് ഒന്നും കൂടി തിളപ്പിക്കുക. ഇപ്പോൾ തിളപ്പിച്ചു. ഇപ്പോൾ ഒരു ചൂടൊരൽപ്പം ആറിക്കഴിഞ്ഞ ശേഷം ആ നാരങ്ങയുടെ തൊലികളെല്ലാം എടുത്ത് മാറ്റുക. ഇപ്പോൾ ചൂട് ഒരുവിധം നന്നായിട്ട് ആറിക്കഴിഞ്ഞ ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ. ചെറു ചൂട് വേണം കേട്ടോ എന്നാലും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇളം ചൂടുള്ള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി പൊക്കോളും. ഇനി അതല്ലെങ്കിലും കുഴപ്പമില്ല. ചൂടൊക്കെ ആറിക്കഴിയുമ്പോഴേക്കും ഈ ഈസ്റ്റ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഈ വെള്ളം അരിച്ച് മാറ്റുമ്പോഴേക്കും എന്തെങ്കിലും നാരങ്ങയുടെ കുരുക്കളോ ബാക്കി ഇഞ്ചിയുടെ ബാലൻസ് ഉള്ളതൊക്കെ ചതഞ്ഞതൊക്കെ നമുക്കത് കിട്ടിക്കോളും. ഇനി ഇത് മറ്റൊരു കയ്യിൽ വെച്ച് ഒന്ന് ഞെക്കി അതിൻ്റെ നീരും കൂടി അതിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നാരങ്ങയുടെ തൊലിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരു കയ്പ്പ് രുചി ഉണ്ടാവും. ഈ കയ്പ്പ് രുചി ഇടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അത് അങ്ങനെ ഇട്ട് തിളപ്പിക്കുന്നത്. ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഒപ്പം ഒരു പാത്രം വെച്ച് നമുക്കത് അടച്ചും വെക്കണം. കണ്ടില്ലേ ഇതുപോലെ. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ചതിന് ശേഷം അര കപ്പ് അതായത് 250 ml പകുതി പഞ്ചസാരയിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം നേരം ഇളക്കണം കേട്ടോ. ഒരു 4 മിനിറ്റോളം ഇളക്കി കഴിയുമ്പോഴാണ് ഇതുപോലെ ചെറുതായിട്ടത് മെൽറ്റായി തുടങ്ങത്തുള്ളൂ. ഞാനൊരു ചെറുതീയിലായിരുന്നു വെച്ചത്. നിങ്ങളൊരല്പം തീ കൂട്ടി വെച്ചാൽ ഞാൻ കുഴപ്പമില്ല. ഫുൾ മെൽറ്റായി കഴിയുമ്പോഴേക്കും തീ കുറച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരുവിധം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പൂണിൽ പിടിച്ചെടുക്കുന്നത് അതുപോലെ കളറ് നന്നായിട്ട് ആയി തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ പയ്യെ വെള്ളം ചേർക്കാനായിട്ട്. ഒരു അര കപ്പ് വെള്ളം ചേർക്കാം. പക്ഷേ പയ്യെ വേണം വെള്ളം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മുടെ സ്പൂണിൽ ഇപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും ഇത് മെൽറ്റായിക്കൊണ്ട് തന്നെ ഇരുന്നോളും. കണ്ടില്ലേ? മെൽറ്റായി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് അധികം നേരം ഇളക്കുമ്പോഴേക്കും നന്നായിട്ടത് മെൽറ്റായത് പൊക്കോളും, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് മെൽറ്റായതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരല്പ നേരം ചൂടാറാൻ വെക്കണം. ചൂട് മുഴുവനായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ ചൂടാറ്റി വെച്ചിരുന്ന ആ പാനിയിലേക്ക് നമ്മൾ ഈ ഒരു പഞ്ചസാര പാനി കൂടി ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. പഞ്ചസാര പാനി ചേർക്കാം. ഇനി അത് ഇതുപോലെ 2 കുപ്പികളിലേക്കായിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പകർത്തി മാറ്റി വെക്കേണ്ടത് ചില്ലുകുപ്പിയിലാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലുകുപ്പി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റിയത്. കുപ്പി ഏതായാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ 3/4 ഭാഗത്തോളം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും എൻ്റെ ഗ്യാസ് ഇതിപ്പം 3ാമത്തെ ദിവസം വൈകിട്ടായപ്പോൾ ഞാൻ എടുത്തൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഗ്യാസ് നന്നായിട്ട് വന്ന് അത് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ എടുത്തു. അതിനുശേഷം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഒന്നും കൂടി തുറന്നപ്പോഴും ഇതേപോലെ തന്നെ ഗ്യാസ് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? ഇതൊരു 5 ദിവസം കഴിയുമ്പോഴാണ് ഇത് ശരിക്കും ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജിഞ്ചർ വൈൻ അല്ലെങ്കിൽ ജിഞ്ചർ ബിയർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം
വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കുമാണ് നിങ്ങളത് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതൊരു 4-5 മാസത്തോളം ഇത് കേടുകൂടാതെ തന്നെ ഇരുന്നോളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ അടുത്ത നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.